ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇന്ന് അവള് നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിന്റെ കുഞ്ഞായി, സൂര്യനാരായണന്റെയും രേവതിയുടെയും മകളായി തനുശ്രീ സൂര്യനാരായണൻ. രാജേശ്വരിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും തന്റെ കാതുകൾ തുളച്ചു കയറുന്ന പോലെ അവൾക്ക് തോന്നി. നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അവൾ നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിന്റെ കുഞ്ഞായി, സൂര്യനാരായണന്റെയും രേവതിയുടെയും മകളായി തനുശ്രീ സൂര്യനാരായണൻ. അത് തന്നെ അവളുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എന്റെ കുഞ്ഞ്, എന്റെ മോള്. അവളുടെ ഉള്ളം മന്ത്രിച്ചു. അവളുടെ മനസ്സിലേക്ക് കുഞ്ഞു തനുവിന്റെ മുഖം കടന്നു വന്നു. 6 വയസ്സിൽ ആദ്യമായി അവളുടെ മുഖം കണ്ടത്, അവൾ തന്നെ നോയി ചിരിച്ചത്, തന്റെ കവിളിൽ ചുംബിച്ചത്, തന്റെ കണ്ണുനീർ തുടച്ചത്, തന്നെ കെട്ടിപ്പിടിച്ചത്, അങ്ങനെ തനുവുമായിട്ടുള്ള അവളുടെ ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. എന്റെ മോള്, എന്റെ തനു, എനിക്ക് അവളെ കാണണം. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. അവൾ സന്തോഷമോ സങ്കടമോ കലർന്ന ഭാവത്തിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. എവിടെ എന്റെ മോള്? പെട്ടെന്ന് അവൾ തനുവിനെ അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. രേവു, നിൽക്കുമോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സൂര്യൻ അവളുടെ പിന്നാലെ വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് രൂക്ഷമായി നോക്കി. കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന രേവതിയെ കണ്ട് അവനൊന്ന് പതിരിപ്പോയി. രേവു, ഞാൻ... അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ ചുണ്ടിന് കുറുകെ കൈവച്ചുകൊണ്ട് അവന്റെ വാക്കുകളെ തടഞ്ഞു. ഒരു നിമിഷം അവളുടെ കണ്ണിലെ അഗ്നിയിൽ താൻ വെന്തുരുകി പോകുമെന്ന് അവന് തോന്നിപ്പോയി. അവൻ കുറ്റബോധത്തോടെ തലകുനിച്ച് നിന്നു. അത് കണ്ടതും അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് വേഗത്തിൽ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം ദത്തന്റെ മുറിയിൽ കട്ടിൽ നിന്ന് മുട്ടുകാലിൽ മുഖമമർത്തി വെച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ കണ്ണുകളടച്ച് ഏതോ ലോകത്തിലെന്നോ വലിയിരിക്കുന്ന തനുവിനെ ദത്തൻ ദയനീയമായി നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ മനസ്സ് കുറച്ച് നിമിഷങ്ങൾ പിന്നിലേക്ക് പോയി. സത്യങ്ങളെല്ലാം അറിഞ്ഞ് തളർന്നു വീണുപോയ രേവതിയെ സൂര്യൻ തന്റെ കൈകളിൽ താങ്ങി നിന്നതും ഒരു നിമിഷം അവന്റെ മുന്നിൽ കണ്ട എല്ലാവരും പകപ്പോടെ നിന്നുപോയിരുന്നു. എന്നാൽ സൂര്യന്റെ കണ്ണുകൾ ആ സമയം തറഞ്ഞു നിൽക്കുന്ന തനുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഒരു നിമിഷം അവളെ കണ്ണിലും മനസ്സിൽ നിറച്ചുകൊണ്ട് അവൻ മറ്റാരെയും ശ്രദ്ധിക്കാതെ രേവതിയെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ആദ്യം കണ്ട മുറിയിലേക്ക് കയറി. അവൻ കയറി മുറിയുടെ വാതിലടഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും കണ്ണുകൾ തനുവിന്റെ നേർക്ക് നീണ്ടത്. ആരെയും ശ്രദ്ധിക്കാതെ ആ മുറിയുടെ വാതിൽക്കിൽ തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുകയായിരുന്നു. അറിഞ്ഞ സത്യങ്ങൾ അവളെ പാടെ തകർത്ത് കളഞ്ഞുവെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ആ സമയം അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ശ്രീദേവി രാജശേഖരനും അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ കുറ്റബോധത്തോടെ തലകുനിച്ച് നിന്നു. രാജേശ്വരി നിമിഷം അവളെ തന്നെ നോക്കിയതിനു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അരികിലായി നടന്നു വന്നു. അവളെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവർ വിളിച്ചപ്പോഴാണ് അവൾ ആ വാതിലിൽ നിന്ന് ഓട്ടം മാറ്റിയത്. അപ്പശി, ഇടർച്ചയോടെ അവൾ വിളിച്ചതും അവരവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അവരെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളെ, കരയല്ലേ കുഞ്ഞെ. അവരവളുടെ നെറുകിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. അവളുടെ ഏങ്ങലടി ശബ്ദം നേർത്തു വന്നു. അല്പസമയത്തിന് ശേഷം അവൾ അവരിൽ നിന്ന് അടർന്നു മാറി. ഓളെ, തന്നെ നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ആ പെണ്ണിനെ അവർ ദയനീയതയോടെ വിളിച്ചു. അവരെ നോക്കി ഒരു വിളറിയ ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ മറ്റാരെയും ശ്രദ്ധിക്കാതെ തിരിഞ്ഞ് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. ഓളെ, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ അപ്പച്ചി. അവരുടെ വിളിയ പാടെ അവഗണിച്ചുകൊണ്ട് അത്രമാത്രം പറഞ്ഞ ശേഷം മറ്റാരെയും ശ്രദ്ധിക്കാതെ അവൾ മുകളിലേക്കുള്ള പടികൾ കയറി. തനിയോ നോക്കുപോലും ചെയ്യാതെ മുകളിലേക്കുള്ള പടികൾ കയറി പോകുന്ന തനുവിനെ ദത്തൻ വേദനയോടെ നോക്കി നിന്നു. ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം എന്നു വരട്ടെ എന്ന് കരുതി അവനവളുടെ പിന്നാലെ തന്നെ മുകളിലേക്ക് ഓടി കയറി. ദത്തൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കട്ടിലിന്റെ അഡ്രസ്സിൽ ചാരിയിരിക്കുന്ന തനുവിനെയാണ് അവൻ കാണുന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടവളൊന്ന് കണ്ണുകൾ തുറന്നു നോക്കിയെങ്കിലും മുന്നിൽ അവനെ കണ്ടതിന്റെ യാതൊരു ഭാവഭേദമില്ലാതെ നിർവികാരതയോടെ ഇരിക്കുന്നവളെ അവൻ ദയനീയമായി നോക്കി. വാതിൽ നോക്കിയ ശേഷം അവനവളുടെ അരികിലായി വന്നിരുന്നു. തനു. അവളുടെ വലം കൈയിൽ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചുവെങ്കിലും അവനെ ഒന്ന് നോക്കിയോ അവന്റെ കൈകൾ എടുത്തു മാറ്റുകയോ ചെയ്യാതെ ഏതോ ഒരു ബിന്ദുവിലേക്ക് നോട്ടം തറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളോട് എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അല്പസമയം അങ്ങനെ തന്നെ ഇരുന്ന ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. തനു, നീ കരുതുന്ന പോലെ ഞാനും ഗൗരിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളെൻ്റെ വേറൊരു ഫ്രണ്ട് മാത്രമാണ്. അവള് വിഷ്ണുവിൻ്റെ പ്രണയമാണ്. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അകു നിന്ന് അവൻ അന്വേഷിച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവളിൽ യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. അവളുടെ മനസ്സ് ഇവിടെയൊന്നും ഇല്ലെന്ന് അവന് മനസ്സിലായി. ഇപ്പോൾ അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അവൻ പതിയെ അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് പോയി നിന്നു. അപ്പോഴേക്ക് അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് മുട്ടുകാലിൽ മുഖമമർത്തി കിടന്നിരുന്നു. ഓർമ്മയിൽ നിന്നും തിരികെ വന്നവൻ അവളെയും നോയിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ശേഷം ഒരു നെടുവീർപ്പോടെ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ പതിയെ അടച്ചു. വാതിലാരോ ശക്തമായി തട്ടുന്ന കേട്ടുകൊണ്ടാണ് ദത്തൻ കണ്ണുകൾ തുറന്ന്. അവന്റെ കണ്ണുകൾ ആദ്യം പതിച്ചത് കട്ടിലിരിക്കുന്ന തനുവിന്റെ നേർക്കായിരുന്നു. നേരത്തെ ഇരുന്ന് എങ്ങനെയോ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അവൾ.
അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു ചലനം പോലും ഉണ്ടായിട്ടില്ല. അവന് നെടുവീർപ്പോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിന് നേരെ നടന്നു. ലോക്കെടുത്ത് വാതിൽ വലിച്ചു തുറന്നും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് പകച്ചു. എന്റെ മോള് ആൾ പറഞ്ഞതും അവൻ തിരിഞ്ഞ് തനുവിനെ നോക്കിക്കൊണ്ട് സൈഡിലേക്ക് മാറി നിന്നു. കട്ടിലിരിക്കുന്ന തനുവിനെ കണ്ട് രേവതിയുടെ കണ്ണുകൾ വിടന്നു. മോള്, എന്റെ മോള്. ആ ഒരു സന്തോഷത്തോടെ പതിയെ പിറുപിറുത്തോടെ തനുവിന്റെ അരികിലേക്ക് നടന്നു. നെറുകയിൽ ആരോ തലോടുന്ന പോലെ തോന്നിയപ്പോഴാണ് കണ്ണുകൾ അടച്ചിരുന്ന തനു പതിയെ മിഴികൾ തുറന്ന് നോക്കിയത്. മുന്നിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രേവതിയെ അവൾ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. മോളെ, അവർ ഒരു ഇടർച്ചയോടെ വിളിച്ചതും ഒന്ന് ഞെട്ടിയതുപോലെ തനു അവരെ നോക്കി. രേവതി അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ ഇരുകവളിലും കൈകൾ വെച്ചു. എന്റെ മോള, അമ്മയുടെ പൊന്നു മോള്. അവർ തന്നെ മുറുകെ പുണർന്നു. ശേഷം മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. തനു ഒന്നിനും പ്രതികരിക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. മോൾക്ക് അമ്മയുടെ ദേഷ്യമാണോ, വെറുപ്പാണോ അമ്മേ? അവളുടെ ആ നിസ്സഹരണം കണ്ടതും രേവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനു മറുപടിയായി തനു അല്ല എന്ന രീതിയിൽ തലയാട്ടിയതും രേവതി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അമ്മക്കൊരിക്കലും അറിയില്ലായിരുന്നു മോളെ, അമ്മയുടെ പൊന്നുമോളായിരുന്നു എന്ന് അമ്മ അറിഞ്ഞില്ല. അമ്മയ്ക്ക് ഓർമ്മ വന്നപ്പോ അമ്മ മോളെ കൊന്നു എന്നെല്ലാവരും അമ്മയെ പറഞ്ഞു പഠിപ്പിച്ചു. രേവതി നിറകണ്ണുകളോടെ അവളോടായി പറഞ്ഞു. തനു അപ്പോഴൊന്നും മിണ്ടാതെ അവളുടെ നെഞ്ചിൽ മുഖാമർത്തി കിടന്നതേ ഉള്ളൂ. രേവതി എന്തൊക്കെയോ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ദത്തൻ വേദനയോടെ ആ കാഴ്ച നോക്കി നിന്നു. ശേഷം പതിയെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മയും മകളെയും തനിച്ചു വിട്ടുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിലെത്തിയതും ഡൈനിങ് ടേബിൾ തലവിരിച്ചിരിക്കുന്ന രാജശേഖരനെയും ശ്രീദേവിയെയും കണ്ട് അവൻ അവരുടെ അരികിലേക്ക് നടന്നു. അച്ഛാ. രാജശേഖരനെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ വിളിച്ചതും അയാൾ മുഖമുയർത്തി അവനെ നോക്കി. അമ്മാവനോടെ അവൻ ചോദിച്ചതിന് മറുപടിയായി അയാൾ സൂര്യൻ കയറിപ്പോയ മുറിയിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. അയാളെ നോക്കിയ ശേഷം ദത്തന്റെ കണ്ണുകൾ ശ്രീദേവിയുടെ നേർക്ക് നീണ്ടു. തലകുനിച്ചിരിക്കുകയാണ്. ഇരു കൈകൾ കൊണ്ട് തലയിൽ താങ്ങി പിടിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ വിറയിൽ നിന്ന് കരയുകയാണെന്ന് മനസ്സിലാവും. എങ്കിലും അവൻ അവരോടൊന്നും പറയാൻ നിന്നില്ല. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ സൂര്യന്റെ മുറിയിലേക്ക് നടന്നു. ഹെയർ ഡ്രസ്സിൽ ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചിരുന്ന സൂര്യൻ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും മുഖമുയർത്തി നോക്കി. മുന്നിൽ ദത്തനെ കണ്ടതും അയാൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു. അയാളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കുഞ്ഞു ദത്തന്റെ മുഖം കടന്നു വന്നു. തന്നെ കുഞ്ഞമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നവൻ. കുഞ്ഞിലെ താനായിരുന്നവനെല്ലാം. അവന്റെ അച്ഛനേക്കാളും സ്നേഹം തന്നോടായിരുന്നു. താൻ നാട്ടിൽ നിന്നും പോയപ്പോൾ തന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടി വന്നവൻ. അന്നത്തെ 5 വയസ്സുകാരിൽ നിന്നും പക്വതെത്തിയ ഒരു യുവാവായി മാറിയിരിക്കുന്നു. സൂര്യൻ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു പോയി. ദത്തിനൊന്നും മിണ്ടാതെ അവന്റെ അരികിലേക്ക് വന്നിരുന്നു. തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ ഇരുകൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ തന്നെ നെറ്റിയിൽ അമർത്തി വെച്ചു. അമ്മാവ. നിറകണ്ണുകളോട് അവൻ അയാളെ വിളിച്ചു. അയാൾ അവനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം അവർ അങ്ങനെ ഇരുന്ന ശേഷം അവൻ പതിയെ അയാളുടെ നെഞ്ചിൽ നടന്നു മാറി. ശേഷം മുഖമെന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി. അമ്മാവൻ, ഞാൻ തനു. അവൻ തനുവിനെ കുറിച്ച് എന്തോ പറയാൻ തുടങ്ങിയതും അയാൾ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എനിക്കെല്ലാം അറിയാം. അവൾ എൻ്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്ന്. ശരിക്കും പറഞ്ഞ അതറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന്. അയാൾ പറഞ്ഞു. ആ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പം മുന്നേ തന്നെ അമ്മാവന് സത്യങ്ങളൊക്കെ അറിയായിരുന്നു. അതിന് മറുപടിയായി അയാളൊന്ന് മൂളിയതും അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഞാൻ ഉൾപ്പെടെ അച്ഛനും അമ്മയും ഒക്കെ അവളെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ? ഒരിക്കലും പൊറുക്കാനാവാത്ത പാപ ഞാൻ അവളോട്. അത് പറയുമ്പോഴേക്കും അവന്റെ നെഞ്ചു വീങ്ങി. തന്റെ മുന്നിൽ മാനത്തിനു വേണ്ടി കേഴുന്ന ഒരു പെണ്ണിന്റെ മുഖം കടന്നു വന്നു. അവളുടെ കണ്ണ് നീര് നിലവിളിയൊന്നും കേൾക്കാതെ അവളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചോർക്കെ അവന്റെ കണ്ണ് നീറി. നീ എന്ത് ചെയ്തോളെ? അവൻ പറഞ്ഞിട്ട് അയാളുടെ കണ്ണുകൾ കുറുകി. ആ സമയം അയാൾ തനുശ്രീ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ മാത്രമായിരുന്നു. അത് അയാൾ ചോദിച്ചതിന് മറുപടിയായി അവൻ തനുവിനെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യവും മനസ്സിൽ തോന്നിയ പ്രണയം മറച്ചു വെച്ചുകൊണ്ട് രേവതിയോടുള്ള ശത്രുതയുടെ പേരിൽ അവളെ ദ്രോഹിച്ചതും അവളോട് പ്രതികാരം ചെയ്തൊക്കെ അവന് തുറന്നു പറയേണ്ടി വന്നു. എന്തുകൊണ്ടോ അവളെ ബലമായി കീഴ്പ്പെടുത്തിയത് മാത്രം അവൻ പറഞ്ഞിരുന്നില്ല. അതിനവന് കഴിഞ്ഞിരുന്നില്ലെന്നാണ് സത്യം. അല്ലെങ്കിൽ തന്നെ ഒരു അച്ഛനോട് മകളെ പറ്റി പറയാൻ പറ്റിയ കാര്യമായിരുന്നില്ലല്ലോ അത്. എല്ലാം കേട്ട് കഴിഞ്ഞതും സൂര്യൻ കുറ്റബോധത്തോടെ തലയിൽ കൈ താങ്ങിയിരുന്നു. ഞാൻ കാരണം, എല്ലാത്തിനും ഞാൻ മാത്രമാണ് കാരണം. അതിൻ്റെ പേരിൽ ഇപ്പം എൻ്റെ മോളും ആദ്യൻ്റെ എടുത്തിയാട്ടം കൊണ്ട് എൻ്റെ രേവ ഒത്തിരി അനുഭവിച്ചു. എൻ്റെ മുമ്പിൽ നിന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവളെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പം അതേ കാരണം കൊണ്ട് എൻ്റെ മോളും ഇല്ല. ഇനി അവരെങ്ങനെ അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം അവരെ. എന്നോട് അവർക്ക് വെറുപ്പാവും. വെറുത്തോട്ടെ, എത്ര വേണമെങ്കിലും വെറുത്തോട്ടെ.
എന്നാലും സാരമില്ല, എനിക്ക് വേണം അവരെ. ഒന്നിൻ്റെ പേരിൽ ഇനി ഞാൻ അവരെ വിട്ടുകളയില്ല. അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദത്തിനൊരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. എന്തുകൊണ്ടോ അയാളുടെ വാക്കുകൾ അതുവരെ നീറിക്കൊണ്ടിരുന്ന അവന്റെ മനസ്സിനെ തണുപ്പിച്ചു. അല്പസമയം അവരിരുവരും മൗനമായിരുന്ന ശേഷം ദത്തിനു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സൂര്യനെ നോക്കി. അമ്മാവ, ദത്തൻ വിളിച്ചവും സൂര്യൻ മുഖമുയർത്തി അവനെ നോക്കി. അമ്മാവൻ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അമ്മാവന് നാട്ടിലേക്ക് വരാൻ തോന്നിയില്ലേ? അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അയാൾ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കാനഡയിലായിരുന്നു. കാനഡ? അയാൾ പറഞ്ഞിട്ട് അവനെ നെറ്റി വിളിഞ്ഞു. കാനഡ. പക്ഷെ അമ്മാവനെങ്ങനെ അവിടെ? അന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ, അതിനേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞിനെ രേവതിനെയാണ് കൊന്നെന്ന ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ, സത്യത്തിൽ അവളെ കൊന്നുകളയാനുള്ള ദേഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആകെ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. രേവു എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞായിരുന്നു എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിച്ച്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അഥവാ ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ സമുദ്രത്തി അവൾ എന്തെങ്കിലും ചെയ്തു കളയെന്ന് തന്നെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും ആലോചിക്കാതെ ഈ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചത്. സത്യത്തിൽ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു എത്തുപിടി ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത്. അതിന് നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. അവിടെ എൻ്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഡോക്ടർ രാമോഹൻ സാർ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത്. ആകെ തകർന്ന് ഭ്രാന്തെടുക്കുന്ന പോലെ അവിടേക്ക് ചെന്ന് കയറി എന്നെ അദ്ദേഹം ഇരുകൈ നീട്ടി സ്വീകരിച്ചു. മരണത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞെന്ന് എനിക്കത് ജീവിക്കാനുള്ള മോട്ടിവേഷൻ തന്നു. സത്യത്തിൽ അദ്ദേഹം തന്ന മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. സൂര്യൻ പറഞ്ഞു നിർത്തിയതും ദത്തൻ അവൻ അതിശയത്തോടെ നോക്കിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു 2 വർഷം. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് കാനഡയിൽ ജോലി റെഡിയാക്കി തന്നത്. പിന്നെ 20 വർഷം കനേഡിയൻ മണ്ണിൽ അവിടെ ഒറ്റയ്ക്ക് ഏകാന്ത ജീവിതം അനുഭവിച്ചു. ഇതിനിടയിൽ ഒരിക്കൽ പോലും അമ്മാവന് നാട്ടിലേക്ക് വരാൻ തോന്നിയില്ലേ? ഞങ്ങൾ ആരെയും കാണാൻ തോന്നിയില്ലായിരുന്നോ? സൂര്യൻ പറഞ്ഞു കഴിഞ്ഞതും വേദനയോടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ച ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, ദേവി, ശേഖരൻ, നീ, രാജി, അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കും തോറും ഓടി നാട്ടിലേക്ക് വരാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന പലതും അതിൻ്റെ കൂടെ തെളിഞ്ഞു വരും. അതോടെ ഉള്ളിൽ തെളിയുന്ന ആഗ്രഹം അവിടെ തന്നെ കുഴിച്ചു മൂടും. അയാൾ പറഞ്ഞു കഴിഞ്ഞതും ദത്തൻ അയാളെ നോക്കി. പിന്നെ അമ്മാവൻ ഇപ്പോൾ വന്ന്? ദത്തന്റെ ചോദ്യം കേട്ട് അയാൾ അവനെ നോക്കിയ ശേഷം പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് പോയി നിന്നു. ഒരു 3 മാസം മുമ്പ് ഡൽഹിയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യനെ നോക്കാനായി എനിക്ക് വരേണ്ടി വന്നു. സത്യത്തിൽ എൻ്റെ പ്രൊഫസർ റാം സാർ വരേണ്ടിയിരുന്നായിരുന്നു അന്ന്. ബട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ എന്തോ കാര്യമായിട്ട് ബന്ധപ്പെട്ട് UK പോവേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നു ചേർന്നു. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. പക്ഷേ അവിടെ എന്നെ കാത്തിരുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. ആരാത്? അയാൾ പറഞ്ഞിട്ട് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. വിനയൻ. സൂര്യന്റെ നാവിൽ നിന്ന് വീണ പേര് കേട്ട് ദത്തനും ഞെട്ടി. വിനയനോ? വിനയൻ എന്ന് പറയുമ്പോൾ അയാളിൽ അന്ന് നിങ്ങളുടെ? അതെ, ആ വിനയൻ തന്നെ. ദത്തൻ അർത്ഥോഗതിയിൽ നിർത്തിയതും സൂര്യൻ അതേ രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളെങ്ങനെ അവിടെ എത്തിയത്? അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അയാളെ പിന്നെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെന്നാണല്ലോ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ദത്തൻ സംശയത്തോടെ ചോദിച്ചു. കഞ്ചാവ് കേസിൽ എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്ത വിനയനകത്തായി. അതിൻ്റെ പേരിൽ ഒരു 3 വർഷം അവന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ആ നാട് വിട്ടു പോവുകയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞൊടുവിലാണ് അവൻ ഡൽഹിയിലെത്തിയത്. അവിടെ വന്ന് ഏതോ മാർവാടിയുടെ കൂടെ കൂടി. അയാൾക്ക് എന്തൊക്കെയോ ഇല്ലീഗൽ ബിസിനസ് ഉണ്ടായിരുന്നു. പതിയെ അവൻ അയാളുടെ വലങ്കയ്യായി മാറി. അവനോടുള്ള വിശ്വാസം സ്നേഹമെല്ലാം കണക്കിലെടുത്ത് അയാളുടെ മുഴുവൻ ബിസിനസ് അവനെ ഏൽപ്പിച്ചു. ഒപ്പം അയാളുടെ മകളെയും. ഒരു 4 വർഷം മുമ്പ് ആ മാർവാടിയെ പോലീസ് പൊക്കി. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഇവനും മറ്റു 2 പേരും ചേർന്ന് പോലീസുകാരുമായി സംഘടനത്തിൽ ഏർപ്പെട്ടു. അതിൽ കാര്യമായിട്ട് തന്നെ അവനെ പരിക്ക് പറ്റിയിരുന്നു. കഴുത്തിന് താഴോട്ട് പൂർണ്ണമായിട്ടും തളർന്ന് ഒരേ കിടപ്പായിരുന്നു. ഒപ്പം സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ ചികിത്സക്കായിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്. സൂര്യൻ പറഞ്ഞുകൊണ്ട് ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് അയാളാണോ അമ്മാവനോട് സത്യങ്ങളെല്ലാം പറഞ്ഞെന്ന്? ദത്തൻ ചോദിച്ചവും സൂര്യൻ അതേ എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് മൂളി. സത്യത്തിൽ അവൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എന്താ പറയുക, ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഒരു കണക്കിന് നോക്കിയാൽ അവൻ കാരണം കൂടിയായിരുന്നു എൻ്റെ ജീവിതം തകർന്നു പോയതെന്ന വിശ്വാസം. അവൻ എൻ്റെ രേവതിയെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അവളെ നഷ്ടപ്പെട്ടില്ലായിരുന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കണ്ട നിമിഷത്തിൽ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു കടന്നു വന്നത്. ആ നിമിഷം അവനെ ചികിത്സിക്കാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിച്ചിരുന്നില്ലെന്ന് പറയുന്ന അവൻ ശരി.
എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ മുന്നിൽ വരുന്ന രോഗികളെ മുഖം നോക്കാൻ ചികിത്സിക്കണമെന്ന് എത്തിക്സ് മനസ്സിലോർത്തു അവന് ചികിത്സിക്കാൻ ഞാൻ നിർബന്ധിതനായി. മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ ദേഷ്യവും അവനോട് തീർത്തുകൊണ്ട് തന്നെയായിരുന്നു. അവന് വേണ്ട ഓരോ ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തു കൊടുത്ത്. ഓരോ തവണ എന്നെ കാണുമ്പോഴും അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ആ സമയത്തൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഞാൻ അവന് വേണ്ട ചികിത്സകൾ മാത്രം ചെയ്തു കൊടുത്തു. അങ്ങനെ ആദ്യം അവൻ്റെ നാവിൻ്റെ തളർച്ച മാറി. തളർന്ന നാവിൽ നിന്ന് ആദ്യമായിട്ട് അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ ആദ്യം പറഞ്ഞ വാക്കുകൾ രേവതി തെറ്റുകാരില്ലെന്നായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.